ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ പണിക്കിറങ്ങുകയാണ് കേട്ടോ. അതായത് മോട്ടർ തന്നെ ഇരിക്കുന്ന മോട്ടർ തറ എടുത്തുകൊണ്ട് പോയായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ പെട്ടിയും പറയൊന്നും പെർമനൻ്റ് അല്ല. ഓരോ വർഷം ഏത് കോൺട്രാക്ടറാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ പെട്ടിയും പറ എടുത്തുകൊണ്ട് പോയത് കൊണ്ട് തന്നെ ആ മടയിൽ കൂടെ നമുക്ക് അകത്ത് കയറാം. അപ്പോൾ നീരൊഴുക്കുള്ളത് കൊണ്ട് തന്നെ അവിടെ മുഴുത്ത മീനുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ചെറിയ മീനുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ചെറിയ മീനുകളെ തിന്നാൻ മുഴുത്ത മീനും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 110-ൻ്റെ വല നമ്മൾ ആ മട കവർ ചെയ്തിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങോട്ട് പോവാണ് കേട്ടോ. ആദ്യം നമ്മൾ മടയിൽ കൂടെ അകത്ത് കയറണം. നല്ല ഒഴുക്കുണ്ട്, ഇച്ചിരി പണിയാണ്, പണിപ്പെട്ട് വേണം അതിനകത്ത് കയറാൻ. കവർ ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ പൊട്ടിപ്പോയി. കാറ്റേത് വിഷയമാണ് അടിക്കുന്നത്. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ രാവിലെ വല വലിക്കാൻ പോവാണ്. ഇന്നലെ നമ്മൾ കിട്ടുന്ന വലയാണ്. പാട ഏകദേശം ഒത്തു വരുന്നേ ഉള്ളൂ കേട്ടോ. ഒത്തു വരികയെന്ന് വെച്ചാൽ അകത്തെ പുറത്തെ വെള്ളം ഒരുപോലെ ആകുന്നേ ഉള്ളൂ. അത് രാത്രി മൊത്തം ഏറ്റായിരുന്നു. ഭാഗ്യമുണ്ട് മീൻ കിട്ടുന്നത്. പുറയിൽ നോക്കിയ കാലാവസ്ഥ ഉണ്ട്. ഈ അടുത്ത് ഇങ്ങനെ കാണുന്ന ആദ്യമാണ്. മലനിരകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നു. ഓടയുണ്ടല്ലോ അവനെ. അങ്ങോട്ടൊക്കെ കിടക്കും. വലിച്ചു വെക്കുവാണോ? ആടാ ഫ്രണ്ടിൽ കിടക്കുന്ന ആടാ, അത് തന്നെ അതല്ല, അത് തന്നെ വലിച്ചു വെക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞെടുക്കാന്നല്ലാതെ വലിച്ചു വെക്കാൻ പാടാം. കാത്തിടോ ഏതൊക്കെ തിന്ന് പൊടിമീൻ തിന്ന് വീർത്തിരിക്കുക. എന്നാടോ ജീവനുണ്ടോ? ജീവനുണ്ടോ? ഇല്ല, ചത്തുപോയി. മറുകയില്ല. വാള നമ്പർ 2.
ഒറ്റ കൈ കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഏ നമ്പർ 3 ആയോ? കണ്ടോ ആ കമ്പ് എടുത്തോ ഞാൻ. മൊത്തം കയറുക. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് 3 വാള കിട്ടിയിട്ടുണ്ട്. 3 വാളയ്ക്ക് ഏകദേശം 5 മണിക്കൂറിൻ്റെ പണിയും കിട്ടിയിട്ടുണ്ട്. ചവർ മൊത്തം കയറി ഒരു ഏരിയയിൽ കാറ്റടിച്ച സ്ഥലത്ത് മൊത്തം ചവർ കയറി നല്ല പണിയാണ്. നമ്മൾ ഇത്രയും ചവർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ പുറത്തിറങ്ങാം. ഇനി ഇത് കുറച്ചില്ല പാട്. ജീവനുണ്ടോ? ഒരെണ്ണത്തിന് ജീവനുണ്ടോ കേട്ടോ. തല 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 പറയും. ഓ, അത്ര വലുതല്ല. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാള കിട്ടിയത് കൊണ്ടായിരിക്കാം ഇത് വലുതെല്ലാം തോന്നുന്നത്. വലുത് കിട്ടിയോണ്ടായിരിക്കും. ഇല്ലില്ല, പോണം. ആ കുപ്പിയല്ലേ കരകിട്. ഇത് പക്ഷേ ചൂണ്ട കിട്ടുന്ന അവിടെ ആണോ? കളത്തിൽ കിട്ടുമ്പോൾ വള്ളിയിലിടുന്നത്. ഇപ്പോൾ സുഹൃത്തുക്കൾ, ഇത് നമുക്ക് ആ കിട്ടിയ 3 വാളയാണ്. 3 വാളയ്ക്ക് നല്ല എമണ്ടം മണി കിട്ടിയിട്ടുണ്ട്. ഇന്നോ നാളെ ഈ വലയിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് കണക്ക് ചവറ് കയറിയിട്ടുണ്ട്. ചവറ് കയറാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മടയുടെ വാതിക്കയിൽ കുറേ ചവറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പൊട്ടിപ്പോത്തില്ലെന്നാണ് കരുതി. നല്ല വാട്ടർ പ്രഷർ വന്നപ്പോൾ അത് പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ വല ഇട്ടതിന് ശേഷം വന്നിട്ട് കുറേ പോളയൊക്കെ കയറിയായിരുന്നു. അത് ഇട്ടതിന് ശേഷം വന്നിട്ടാണ് നമ്മൾ പോള കയറാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. പേനുണ്ട് കേട്ടോ. അത് മീനിൽ എൻ്റെ ചെകളപ്പൂവിലൊക്കെ കയറി നടക്കുന്നൊരു തരം പേനാണ് കേട്ടോ. പോട്ടെ.
ഇത് വെള്ളമാണ് കേട്ടോ, വെള്ളം കയറി തീർത്ത് കിടക്കുക. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്കാകെ കിട്ടിയത് 3 വാളയാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ 3 വാളയ്ക്ക് നല്ല മുട്ടൻ പണിയും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് വല തെളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ദുഷ്കരം പിടിച്ച പരിപാടിയാണ്. അപ്പം ഇന്നത്തെ പ്രകൃതി നല്ല അതിമനോഹരമായിരുന്നു. നമ്മൾ രാവിലെ എണീക്കുമ്പം ഇത്തരം കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു ഇതാണ്. അപ്പം അന്നത്തെ ദിവസം അതിമനോഹരമായിരിക്കും എന്ന് വരുന്നുണ്ട്. അപ്പം നമ്മൾ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അങ്ങനെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണാൻ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നതാണ് വരെ ടാറ്റാ ബൈ ബൈ. എത്ര മിനിറ്റ് ഉണ്ടോ മൊത്തം?